ദേവലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച് ദേവരാജാവായ ഇന്ദ്രനെ തടവിലാക്കി ലങ്കയിലേക്ക് വലിച്ചിഴച്ച ഒരു മഹായോദ്ധാവ് ഈ ഭൂമിയിലുണ്ടായിരുന്നു. ഇന്ദ്രനെപ്പോലും കീഴടക്കിയ ആ വീരന്റെ പേര് ഇന്ദ്രജിത്ത് എന്നായിരുന്നു. രാവണന്റെ പുത്രനായി ജനിച്ച ആ കുഞ്ഞ് പിറന്നു വീണപ്പോൾ മുഴക്കിയ ശബ്ദം ഇടിവെട്ടുപോലെയായിരുന്നു. ആ ഭയങ്കരമായ ഗർജനം കേട്ട് ആകാശത്തിലെ മേഘങ്ങൾ പോലും ഭയന്നു വിറച്ചുപോയത്രേ. അങ്ങനെയാണ് മേഘങ്ങളെപ്പോലും ഭയപ്പെടുത്തിയവൻ എന്ന അർത്ഥത്തിൽ അവന് മേഘനാഥൻ എന്ന പേര് ലഭിച്ചത്. പക്ഷേ മേഘനാഥന്റെ വീര്യകഥ അതായിരുന്നില്ല. സ്വന്തം പിതാവായ രാവണൻ ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അടിമകളാക്കിയെങ്കിൽ മേഘനാഥൻ അതിനും മീതെ ഒരു ലക്ഷ്യം മനസ്സിൽ കുറിച്ചു. ഭഗവാൻ ബ്രഹ്മാവിനെ മനസ്സിൽ ധ്യാനിച്ച് കഠിനമായ തപസ്സനുഷ്ഠിച്ച് ദേവന്മാർക്ക് പോലും ലഭ്യമല്ലാത്ത വരങ്ങൾ അവൻ നേടി. ആ വരബലത്തിൽ ദേവലോകം ആക്രമിച്ച മേഘനാഥൻ ദേവരാജാവായ ഇന്ദ്രനെ യുദ്ധത്തിൽ കീഴടക്കി തടവിലാക്കി. ഇന്ദ്രനെ കയറുകൊണ്ട് കെട്ടി ലങ്കയിലേക്ക് വലിച്ചുകൊണ്ടുവന്നു. ഈ സംഭവം കണ്ട ബ്രഹ്മാവ് മേഘനാഥന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇന്ദ്രനെ മോചിപ്പിക്കാൻ അപേക്ഷിച്ചു. പകരമായി ആഗ്രഹിക്കുന്ന ഏതു വരവും നൽകാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് മേഘനാഥൻ ഇന്ദ്രജിത്തായത്, ഇന്ദ്രനെ ജയിച്ചവൻ. വരങ്ങൾ നൽകി അനുഗ്രഹിച്ച ബ്രഹ്മാവ് ഒരു നിബന്ധനയും മുന്നോട്ടുവെച്ചു. ഒരു യാഗം പൂർത്തിയാക്കിയാൽ ഇന്ദ്രജിത്ത് അജയ്യനായി മാറും. ആ യാഗം മുടക്കുന്നവൻ മാത്രമേ ഇന്ദ്രജിത്തിനെ തോൽപ്പിക്കൂ. പക്ഷേ ആ യാഗം മുടക്കാൻ എളുപ്പമായിരുന്നില്ല. രാമായണ യുദ്ധത്തിൽ ലക്ഷ്മണനെ പോലും മൂർച്ഛിപ്പിച്ച് യുദ്ധക്കളത്തിൽ വീഴ്ത്തിയ മഹാശക്തിയായിരുന്നു ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തിന്റെ മായാജാലങ്ങളും ദിവ്യാസ്ത്രങ്ങളും രാമനും ലക്ഷ്മണനും പോലും വെല്ലുവിളിയായി. അവസാനം ആ നിബന്ധന തിരിച്ചറിഞ്ഞ ലക്ഷ്മണൻ യാഗം മുടക്കി. അതോടെയാണ് ഇന്ദ്രജിത്തിന് ജീവൻ നഷ്ടമായത്. ഇന്ദ്രനെ പോലും കീഴടക്കിയ ആ വീരന്റെ കഥ ധർമ്മത്തിന് എത്ര വലിയ ശക്തിയെ നേരിടേണ്ടി വന്നാലും അത് ജയിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ്. കൂടുതൽ അത്ഭുതങ്ങൾ അറിയാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ പുണ്യഭൂമിയിൽ ഒളിച്ചിരിക്കുന്ന സത്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സത്യം അതിലും അത്ഭുതകരമാണ്.